നമസ്കാരം. കോൺഗ്രസിന് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്ത കുട്ടി നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം UDFന് നല്ലതാണെങ്കിലും അതിന്റെ ആഹ്ലാദം അലയടിച്ചത് SDPIയിലാണ്. വിജയം ഉറപ്പിച്ചെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനും UDFനും അഭിവാദ്യം അർപ്പിച്ച് SDPI ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. വർഗീയ ശക്തികളുമായി UDFന് അന്തർധാരയുണ്ടെന്ന് ആരോപണം ശരിവെക്കുന്നതാണ് SDPIയുടെ ഇപ്പോഴത്തെ ആഹ്ലാദ പ്രകടനം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരിക്കൽ പോലും വർഗീയ സംഘടനയായ SDPIയെ UDFോ സ്ഥാനാർത്ഥിയോ തള്ളിപ്പറയുകയോ വോട്ട് വേണ്ടെന്ന് പറയുകയോ ചെയ്തിരുന്നില്ല. SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് LDF ചോദ്യമുന്നയിച്ചിട്ടും UDF ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് വെമ്പായം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ UDF സ്വീകരിച്ചിരുന്നു. SDPI നേതാക്കൾ പാലക്കാട് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ച വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോൾ ഒഴിഞ്ഞു മാറുന്ന നിലപാടായിരുന്നു ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. SDPI എന്ന വാക്കുപോലും പറയാതെയായിരുന്നു ഷാഫിയുടെ അന്നത്തെ പ്രതികരണം. വർഗീയ ശക്തികളുമായി അന്തർധാര ഉണ്ടാക്കിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കുന്നതെന്ന LDF ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും SDPI ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ പിന്തുണ UDF തേടിയിരുന്നു. UDFുമായി ചർച്ച നടത്തി തന്നെയാണ് പിന്തുണ നൽകിയതെന്ന് SDPI നേതൃത്വവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് കടന്നപ്പോഴേക്കും വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ആദ്യം എത്തിയത് SDPI ജില്ലാ നേതൃത്വമായിരുന്നു. SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾക്കായി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചുവെന്ന് ഉൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കെയാണ് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചും വോട്ടർമാർക്ക് നന്ദി പറഞ്ഞും SDPI രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വോട്ടർമാരെ അഭിനന്ദിച്ച് SDPI ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. SDPI നിലപാടിനെ പിന്തുണച്ച് വോട്ടവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നതായിരുന്നു SDPI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറത്തിന്റെ പേരിലിറങ്ങിയ സോഷ്യൽ മീഡിയ കാർഡിലെ വരികൾ. SDPIയുടെ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ പേജിലായിരുന്നു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പാലക്കാട് ആദ്യം തന്നെ SDPI UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പരസ്യമായി ഇത് സ്വീകരിക്കാൻ UDF നേതൃത്വമോ കോൺഗ്രസോ തയ്യാറായിരുന്നില്ല. എന്നാൽ മൗനം പാലിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ SDPI വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും വിശുദ്ധ ഖുറാനിൽ കൈവച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുമെന്ന് സത്യം ചെയ്യിപ്പിച്ചു വരുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചിരുന്നു. ഇതിനെ ശരിവെക്കുന്നതാണ് SDPIയുടെ പ്രതികരണങ്ങൾ.